ഞാൻ നാളെ പോകും. എന്താണ് ഈ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. സൈഡ് സീറ്റിലിരിക്കാൻ ആർക്കും പേടി. നീളില്ല. അനക്കോടെ കരുന്നെന്താ? എന്നാ ഇരിക്ക്, ആരിരുന്നാലും എന്താ ഇരിക്ക്. ആ വാ വാ, ഞങ്ങൾ പറ്റിച്ച് ആയിക്കോട്ടെ വാ. അതാ ശാരിക്ക് തെറ്റി. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഷാരിഖിന് പകരം റിവ്യൂ പറയാൻ ഞാനാണുള്ളത്. മസാഫി റെസ്റ്റോറന്റിലാണ്. പ്രൊഫഷണൽ ഫ്ലൈറ്റ് എന്തെങ്കിലും ഈ വിമാനം നന്നാക്കണ ആളല്ലേ? അതേപോലെയാണ് ഇത് നന്നാക്കുക. അതും പോട്ടെ, എന്റെ ബോറ് എന്നെങ്കിലും പറയാം. ഇതെന്താ എന്റെ കോലം ബോറാണെങ്കിലും പറയാം. ഷാരിഖിന്റെ ടൈമായില്ല. വിട്ടേക്കും അവന് കുറച്ച് പുറകിൽ. എൻ്റെ ഇൻസൈഡൊക്കെ ഒന്ന് കാണട്ടെ അല്ലേ? അക്കു ഞാൻ പോലും ഇത്ര സെറ്റപ്പിൽ നടക്കൂല. അവിടെ വിമാനത്തിന്റെ മെക്കാനിസം എടുക്കുന്ന ആൾക്ക് പോലും കിട്ടുന്നില്ല. ഇതൊക്കെ ഒന്നും വിടില്ല. ക്യാമറയോടാക്കി ആർക്കും ഒന്നും പറയാനില്ല. ഞാൻ അറിയാണ്ട് എടുക്കും അല്ലേ? അതാണ് എന്റെ സ്കില്ല്. ഞാൻ നാളെ പോകും. എന്താണ് ഈ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. സൈഡ് സീറ്റിലിരിക്കാൻ ആർക്കും പേടി. നീളില്ല. അനക്കോടെ കരുന്നെന്താ? എന്നാ ഇരിക്ക്, ആരിരുന്നാലും എന്താ ഇരിക്ക്. ആ വണ്ടി പോണ്ട. പോണ്ട. പിന്നെന്തിനാ ആദ്യം കയറിയേ? ഞാൻ നടുവിലിരിക്കാന്. അത് ചെറ്റേരല്ലേ? എന്നാ പിന്നെ എനിക്ക് രണ്ടാമത് കയറിയാ നീങ്ങിയിരിക്കാണ്ട് വണ്ടി ഇറങ്ങണ്ട. എനിക്ക് പ്രശ്നമല്ല, ഞാൻ അവിടുത്തെ എണീക്കോ. ഓയിലേ പ്രശ്നമൊന്നുമില്ല. ഇങ്ങോട്ട് വരുമ്പോ സെന്ററിൽ ഇരുന്നോ? വേണ്ട, എനിക്ക് പോകുമ്പോ വരുമ്പോ താത്തിക്കോ സൈഡിലിരിക്കോ. ഞാൻ സൈഡിലിരിക്കില്ലല്ലോ. ഞങ്ങളെ ചങ്കിന്റെ പ്രത്യേകതയാണിത്. കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇരുന്നാ എന്താ? എന്നാ ആയിക്കോട്ടെ, പോണ്ട. ഞാൻ ഇവിടുത്തെ ഇരിക്കണ്. എന്നാ ഞാൻ ഇരിക്കാം അവസാനം. വീഡിയോ വാ വാ, ഞങ്ങൾ പറ്റിച്ച് ആയിക്കോട്ടെ വാ. അതാ ശാരിക്ക് തെറ്റി. ഇനി അന്ന വന്നിട്ട് ഇടിച്ചാലും അന്നത്തിന്റെ കുറ്റം പറയുള്ളൂ. കാരണം നമ്മള് മുള്ളാണ്, ഓട്ടോറിക്ഷക്കാര് മുള്ളാണ്, ബാക്കി എല്ലാരും അല്ലേ. ഓ നമ്മള് ഇവിടെ ഉറപ്പിച്ച്. ശാരിക്ക് നല്ല ഫോമിലാണ്. കാറുകളുണ്ട്. അതെ അതെ. പിന്നെ നമ്മളെ വണ്ടിയുണ്ട്, വിമാനം ഓട്ടിക്കണ ആളും ഉണ്ട്. റിവ്യൂ പറഞ്ഞ ശാരിക്കൊന്നും വിടണില്ല. ശാരിക്കേ തിരിക്ക്. ആള് പുതിയ ആള് വന്നോണ്ടാ തോന്നുന്നു. ലക്കോ അല്ലെങ്കിൽ അത് അങ്ങനെയാണ്. നമുക്ക് ഓരോ സീസണിലും ഓരോരുത്തരെ വൈബ് കാണും. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഷാരിഖിന് പകരം റിവ്യൂ പറയാൻ ഞാനാണുള്ളത്. മസാഫി റെസ്റ്റോറന്റിലാണ്. കേക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ബെസ് തോറ്റ മനുവും ഷാൽജിനും ബെസ് തോറ്റിരിക്കുന്നു. അപ്പൊ മനുവിന്റെ ചെലവാണിത്. അത് തിന്നാൻ വന്നിരിക്കും. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിന്റെ അടുക്ക് കൂടെ. ഇനി മന്തി വന്നതിനിട്ട് വർത്താനം പറയാം. വെച്ചോടി. മനോ ഒന്ന് വെച്ചോടാ. മതി. അവിടെ കോയിത്തരാണ് സംസാരിക്കണേ. എന്താ അതുള്ളതല്ലേ മനുഷ്യല്ലേ? ജസ്റ്റ് ഉണ്ട്. അതും ലഗ മണ്ട. വല്ല വയലുണ്ട്. 4 പ്ലേറ്റ് കിട്ടുന്നുണ്ട്. മതി.
ഷായിക്ക് ഇട്ട് കൊടുക്കേ. മന്തി കഴിക്കാൻ വന്നാൽ ചിരിക്കാത്ത ഒരാളെ ഇപ്പോഴാണ് കാണുന്നത്. കാലിക്ക മദ്യയുടെ വിലം പിടിച്ച് മലയാളി ഒന്നുമല്ലല്ലോ അയച്ചാട്ടെ. ഈ ഫുഡിന്റെ റിവ്യൂ പറഞ്ഞേ അക്കോ. എന്റെ റിവ്യൂക്ക് വേണ്ടി കാത്തിക്കണം. സ്നാപ്പ് ഇട്ടേ. ആ സ്നാപ്പ് ഇടും. ഇത് തികയൂലെന്ന് നീ പറയണ എനിക്ക്. എത്ര ആൾക്കാരല്ലേ? എത്ര ആളൊന്നുമില്ല ഇവിടെ, ആരും തിന്നില്ല. ഇങ്ങനെ എന്നാല് എനിക്കിനി വേണം. സാധനം സെറ്റാന്ന് ആക്കു പറയണേ. പൈസ കൊടുക്കല്ലേ, തിന്നണ്ടേ, മുതലാക്കണ്ടേ. അതൊരു കാര്യമാണ്. ഞാൻ കഴിച്ചിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ തീർത്തക്കണേ. അക്കുവിന്റെ സാഹസികമായ പിടിയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊക്കെ എടുത്തു കൊടുക്കണേ. എല്ലാരും കഴിക്കാൻ പറ്റുന്ന എല്ലാവർക്കും. കുഴപ്പമില്ല. എന്താ നോക്കണേ? ഇത് എടുക്കണം. നമ്മൾ രണ്ടാം തിന്നാം. സ്ട്രോബെറി രസമുള്ള ഞാൻ തിന്നാം. ഞാൻ മഞ്ഞ പറഞ്ഞു അതും തിന്നോ. എടാ ബട്ടറാടാ. ഓക്കേടാ, ഇതെടുക്ക് ക്യാരമല്. ക്യാമറടാ. ആ ഓക്കേടാ. പാളിപ്പോയതാടാ. പൈസ എൻ്റെ അക്കൗണ്ട് ഇത് നീ ഇതൊക്കെ എടുക്കടാ. നീ എടുത്തില്ലേ? തെറ്റില്ല. എന്താ കളിക്കുന്നു? റോസോ കേബിളൊന്നും ഉള്ളിലേക്ക് വെക്കും. കാലിക്ക് തിരിച്ച് റേറ്റോ എത്ര? 40. ഇത് 70. തണുപ്പത്തെ ഐസ്ക്രീം ഒന്നും സെറ്റല്ലേ? അതെ, കോടമഞ്ഞ് അതിൻ്റെ ഒപ്പം ഐസ്ക്രീം. കാലിക്ക് ഒരു ബലം കൊടുത്തന്നെ കേട്ടോ. 75 റുപ്യൻ്റെ ഐസ്ക്രീം കഴിഞ്ഞാൽ ഇതൊന്ന് സ്പൂൺ ഇതാ. അതെ, മോശം. എവിടെ ലൈറ്റ് ഓഫ് ആക്കി അല്ലേ ഇപ്പൊ കാണുന്നു. എന്താ മസാഫ് ആര്? ആ NH വൈത്തിരി HM സ്കൂളിന് മുമ്പിലുള്ള നടക്കത്തില്ല. ആ ഒരു ഐസ്ക്രീം ഒന്നും കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ലാസ്റ്റ് ഐസ്ക്രീം ആയോ? ഫുഡ് കൺട്രോൾ ഞാൻ തടി കുറയ്ക്കും. ഞാൻ അടുത്ത വീഡിയോയില് ഷമ്മി ഇടും ഞാൻ തടി കുറഞ്ഞിട്ടില്ല എൻ്റെ കോലം. 110 82 80 സംതിങ്. സത്യം അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. പനിയാ എടാ ഇത് കാണുന്നുണ്ട്. ഒന്നും കാണില്ലടാ. വഴി മാറിയെന്നാ തോന്നുന്നേ. പ്രൊഫഷണൽ ഡ്രൈവറാണ് ഓട്ടിക്കണേ. ഇതിലുള്ള ചില ടോപ്പിക്കുകൾ സംസാരിക്കുന്നത് തമാശയാണ്. അപ്പോ അത് അങ്ങനെ ആക്കി എടുത്താൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അതെ, പെരിങ്കോട് ഇറങ്ങണേ. നല്ല കോട. അതെ അതെ, പക്ഷെ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഡ്രൈവറിന്റെ ഒരു ഗഡ്സ് വേറെ തന്നെ. കണ്ണാണുണ്ടോ എന്ന് സംശയം. ഈ റോഡ് അവറ്റേടാ. അതെ അതെ, ഇതൊക്കെ പുറത്ത് വരുമ്പോ
പതുക്കെ പോ. എടാ ഇപ്പറ സൈഡ് എത്തി നമ്മള്. കില്ലാടിയാടാ. അതാണ് ഒന്നും കാണില്ലേ. പോയാ മതി. ആ കരിമ്പൂച്ചാടാ. അവന്റെ ഗഡ്സ് നോക്കണേ. പുല്ലിപ്പുലി ഇട്ട് ചാരി പിടിക്കാൻ എന്ത് പറ്റി ഡ്രൈവർ? ബ്രേക്ക് ഉണ്ടോ നോക്കിയതാ യാത്ര. ഗ്രൗണ്ട് എത്തി. പെരുങ്കൂടെ ഗ്രൗണ്ട് എത്തി. സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് പഠിക്കണം. നീ അങ്ങ് ഇടിച്ച് കല്ലടാ മോനെ. ഞാൻ സംസാരിക്കാം. അതാ ആൾക്കൂട്ടം. ടീംസ് നമ്മള് ഓഫീഷ്യലി എവിടെ നിർത്താല്ലേ. ഇപ്പൊ ഇതിലെത്തിയിട്ട് നമ്മൾ പഴയ പോകുന്നു. നാളെ ഫുട്ബോൾ. ഇതാ എന്റെ മോൻ ഏതാ മഞ്ഞ് കിട്ടിയില്ല. ബസ്സിലെ എന്താ കാട്ടിയേ? ബസ്സില് പുറകിലെ വണ്ടി തട്ടു വിചാരിച്ചിട്ടില്ല. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ടേ. എന്തായാലും ഇതാണ് നന്മമരം. ഫസലിന്റെ സ്റ്റോപ്പും കൂടി ചെയ്തൊട്ടിക്കണോ? അതേക്കും നന്നാവുക. എനിക്ക് വേണ്ടിട്ട് പുതിയ ത്യാഗം വേറെ കേക്കണം. ഇന്ത്യയിൽ മര്യാദക്ക് ബസ് ഉണ്ട്. ഇതില് ഐഫോണിക്ക് കളിക്കാൻ വേണ്ടിട്ട് ചെയ്തതാ, സഹായിച്ചതാ. ഇപ്പൊ ഓർക്ക് പുതിയ അക്കൗണ്ട് ഓൻ തന്നെ ഉണ്ടാക്കിയതാ. പുതിയ ഫസ്റ്റ് തൊട്ട് കളി തുടങ്ങി. മെയിൻ ഇമെയിൽ പോയി, മെയിൻ അക്കൗണ്ട് ബസ് പോയി, എല്ലാം പോയി. പുതിയത് തുടങ്ങണ് തൊട്ട് മാച്ചും പോയി കോളായിട്ട്. ഇല്ലാണ്ടായി. ഇനി നാളെ ഞങ്ങൾ ഇത് വെച്ചിട്ട് കളിച്ച് ജയിക്കണം.